കർക്കിടക ക്ലീനിങ്ങിൻ്റെ പാർട്ട് 3 ആണ് ഇത്. അപ്പോൾ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെയും അതുപോലെ ഹോള് ക്ലീൻ ചെയ്യുന്നതിൻ്റെയും വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണ് ചെയ്തത്. ഇന്ന് ഞാൻ ആദ്യം തന്നെ വീടിന് ചുറ്റുള്ള മാറാലി കേട്ടോ തട്ടിത്തൂക്കുന്നത്. പൊടി മുഖത്തേക്ക് വീണപ്പോഴാട്ടോ മാസ്ക് വെച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് വേഗം ഒരു മാസ്ക് എടുത്ത് വെച്ചേ. പുറത്തെ തട്ടലും പിടിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ കൊലായിലേക്ക് കയറിട്ടോ. ഇന്നെടുക്കാൻ എനിക്ക് വൈകുന്നേരം വരെയുള്ള പണിയുണ്ട്. കാരണം ഞാനിത് ഒരു ദിവസം കൂടി തീർക്കാനാട്ടോ കരുതുന്നത്. ഇനി അധികം ദിവസമില്ലല്ലോ, നാളെ കഴിഞ്ഞ് മറ്റന്നാളായ കർക്കിടകം 1 ആയില്ലേ. മാസത്തിലൊരിക്കലാട്ടോ ഞാൻ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറ്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി അടിക്കുമ്പോൾ ഒന്ന് വെറുതെ തട്ടൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനെല്ലാം തട്ടി നനച്ച് തുടയ്ക്കുന്നുണ്ട്. ആ ടേബിളിൻ്റെ പുറകിൽ നല്ല ഉറുമ്പിൻ്റെ പൊടിയും അതുപോലെ മാറാലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ അടിച്ചൊഴിവാക്കിയേ. പിന്നെ ഞാൻ ആ ചെടിയൊക്കെ എടുത്തപ്പോൾ തന്നെ തിരിച്ചു വെച്ചു. ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡിൻ്റെ മുകളിലൊന്നും അധികം പൊടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് ഞാൻ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കുള്ള വലിയൊരു പണി ഇതാ ഈ 2 ചെയർ തുടയ്ക്കലായിരുന്നു കേട്ടോ. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ചെയ്ത് കഴിയാൻ കുറച്ച് സമയം എടുത്തു. എനിക്ക് സ്വതവേ ഒരു പാട്ടൊക്കെ വെച്ച് പതുക്കെ പണി ചെയ്ത് തീർക്കാനാട്ടോ ഇഷ്ടം. ഞാൻ അങ്ങനെയാട്ടോ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാറ്. ജനലിൻ്റെ ഗ്ലാസ് മാത്രമേ എനിക്ക് ഇന്ന് തുടയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഞാൻ ഹോള് ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ ഗ്രിൽസൊക്കെ നിലത്തന്നെ തുടച്ചിരുന്നു. തട്ടലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞാൽ ഞാൻ വേഗം പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുത്തേ. ഇനി റൂമും കിച്ചണും ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഓരോ പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുക.